വിദേശ രാജ്യങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിനായും സാഹസിക യാത്രകൾക്കായും പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. വിദേശ ടൂറിസം ഇഷ്ടപ്പെടുന്നവർക്കായി മോദി സർക്കാർ നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം വിദേശ ടൂറിസം ഇഷ്ടപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. പാസ്പോർട്ട് സേവനങ്ങളും വിസ ഓൺ അറൈവൽ സൗകര്യങ്ങളും കൂടുതൽ മെച്ചപ്പെട്ടതും രാജ്യത്ത് നിരവധി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉള്ളതും കണക്ടിവിറ്റി വർദ്ധിച്ചതും മധ്യവർഗ കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിച്ചതുമെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ ഉള്ളവർക്ക് തൊട്ടുപിന്നാലെ ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും ആത്മവിശ്വാസമുള്ള വിനോദസഞ്ചാരികളായി ഇന്ത്യക്കാരെയാണ് 2023 Booking.com നടത്തിയ സർവേയിൽ തെരഞ്ഞെടുത്തത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഹിച്ച പങ്ക് വലുതാണ്. കഴിഞ്ഞ 10 വർഷം ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടുകൾ പരിശോധിച്ചാൽ 60-ലേറെ രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് ഫ്രീ വിസ ഓൺ അറൈവൽ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകും. മലേഷ്യയും കെനിയയും ആണ് ഇന്ത്യക്കാർക്ക് ഫ്രീ വിസ ഓൺ അറൈവൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ഏറ്റവും പുതിയ രാജ്യങ്ങൾ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രാജ്യത്തെ പാസ്പോർട്ട് ഓഫീസുകളും വിദേശത്തുള്ള ഓഫീസുകളും വഴി ഇന്ത്യ 1.5 കോടിയിലധികം പാസ്പോർട്ടും അനുബന്ധ യാത്രാരേഖകളുമാണ് വിതരണം ചെയ്തത്. ഇത് എക്കാലത്തെയും ഉയർന്ന റെക്കോർഡാണ്. 2022 അപേക്ഷിച്ച് 16% വർധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പാസ്പോർട്ട് വിസ ആൻഡ് ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സ് കൗൺസിലർ മുക്തേഷ് പർദേശി ന്യൂസ് 18നോട് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 10 കോടി പാസ്പോർട്ടുകളാണ് രാജ്യം വിതരണം ചെയ്തത്. 2015 പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനെടുക്കുന്ന ശരാശരി സമയം ഏകദേശം 21 ദിവസം ആയിരുന്നുവെങ്കിൽ 2022 അത് 6 ദിവസമായി കുറഞ്ഞു. ഈ മേഖല കൂടുതൽ ഡിജിറ്റൽ വൽക്കരിച്ചതും നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ കാരണമായിട്ടുണ്ട്. 2014 91 ലക്ഷം പാസ്പോർട്ടുകളാണ് വിതരണം ചെയ്തത്. പിന്നീട് അങ്ങോട്ട് കോവിഡ് മഹാമാരിയുടെ സമയം വരെ ഇക്കാര്യത്തിൽ വർധനവ് ഉണ്ടായി. 2015 മുതൽ ഇത് 1 കോടി കവിഞ്ഞു. എന്നാൽ കോവിഡിന്റെ വരവോടെ 2020-ലും 2021-ലും ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ടുകളുടെ എണ്ണം കുറഞ്ഞിരുന്നു. 2020-ൽ 64 ലക്ഷവും 2021-ൽ 85 ലക്ഷവും പാസ്പോർട്ടുകളാണ് വിതരണം ചെയ്തത്. അതേസമയം 2022-ൽ രാജ്യം 1.29 കോടി പുതിയ പാസ്പോർട്ടുകൾ വിതരണം ചെയ്ത് ഇക്കാര്യത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി. 2014-ന് ശേഷം രാജ്യത്ത് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന ഓഫീസുകളുടെ എണ്ണവും വർദ്ധിച്ചു. ഇക്കാര്യവും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. 2014-ൽ രാജ്യത്ത് 153 പാസ്പോർട്ട് ഓഫീസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത് 521 ഉയർന്നു. 543 നിയോജക മണ്ഡലങ്ങളിലും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 വഴി പാസ്പോർട്ടുകൾ വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ.